കൊൻസിവ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അത്രത്തോളം നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മൾ വിസ തട്ടിപ്പിനെതിരായിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വിസ തട്ടിപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പിമ്പായിരിക്കാം, അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിരിക്കാം, അങ്ങനെ എന്തോ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ഒരു സ്ത്രീയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ ആയിട്ടോ, അത് സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നതാണല്ലോ, സ്ത്രീ ആയിട്ടോ ഒരു നല്ല വ്യക്തിയായിട്ടോ ഒന്നും അംഗീകരിക്കുക, ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഇതായതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവരൊന്നും മുഴുനീളം അവരുടെ അറിവില്ലായ്മയാണോ, അവരുടെ മനസ്സിലെ ദുഷിപ്പാണോ, വൃത്തികേടാണോ ഒന്നും അറിയത്തില്ല. അവർ മുഴുനീള കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതൊരു കമൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്കെതിരെയുള്ള ഒരു അലിഗേഷനാണ്. അവർ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഭാവനയിൽ ഓരോന്ന് ചിന്തിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നോക്കി ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഇത് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. ഒരു 5-8 മാസം മുന്നേ എൻ്റെ ഒരു വേറെ വീഡിയോയ്ക്ക് ഇവരൊരു നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇവരെന്നെ പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും ഇതിന് ഒരു ക്ലിയർ ആയിട്ട്, ഇവരിട്ട ഈ മെസ്സേജിന് ക്ലിയർ ആയിട്ടൊരു റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തായിരുന്നല്ലോ, എന്താണ് വിസ തട്ടിപ്പ്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, വിസിറ്റിംഗ് വിസ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ തന്നെ തട്ടിപ്പിനെതിരായ ആളുകൾ അത് ഇപ്പോൾ കുറച്ച് 1-2 മണിക്കൂറിന് മുന്നേ ഒക്കെ കമൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ജപ്പാനിൽ ആരൊക്കെയാണ് വിസ തട്ടിപ്പ് നടത്തുന്നത്, വിസ തട്ടിപ്പിൽ പെട്ട് പോയത്, അങ്ങനത്തെ ഒക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാനായിട്ട് ഇടുന്ന കമൻറ്റുകളല്ല, അതൊക്കെ സത്യസന്ധമായിട്ട് ആളുകൾ ഇടുന്നതാണ്. ചിലരൊക്കെ അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ കമൻറ്റ് വായിക്കാം. നീട്ടി വലിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആർക്കോ വേണ്ടി, ആരോ കാശിനോ അവരോ കൊടുത്ത നാണയത്തുട്ടുകൾക്ക് വേണ്ടി കുറേ വാക്കുകളും വരികളും വിഴുങ്ങി അത് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ കൊണ്ട് ഇങ്ങനെ ഛർദ്ദിച്ച് വെച്ചിരിക്കുകയാണ് ഇവർ. അപ്പം ഇവരുടെ അന്തസ്സിനും അഭിമാനത്തിനും അത്രയും തരം താഴ്ന്ന് ഇവർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഇതിനൊക്കെ പറ്റുന്ന രീതിയിലാണല്ലോ മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമുക്ക് റിപ്ലൈ കൊടുത്ത് നോക്കാം. ആദ്യം ഇവർ പറഞ്ഞിരിക്കുന്ന, അഖിൽ നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ വിസ തട്ടിപ്പെന്ന്, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ, സെൻറ്റൻസാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഓരോരോ ലൈൻ ബൈ ലൈനായിട്ട് ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് വിസ തട്ടിപ്പിൻ്റെ കാര്യം പറയുന്നത് ഒരു 2 കൊല്ലം മുന്നേ കൊല്ലത്ത് ഒരു കുട്ടി മരിച്ച സമയത്താണ്. അതായത് ലാംഗ്വേജ് പഠിക്കാൻ പോയി എക്സാമിൻ്റെ ആ ഒരു സമയമായി. അങ്ങനെ ഏജൻസി വഴിയാണ് കേട്ടോ, ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസി ഏതാണെന്നും എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു വാർത്ത പുറം ലോകം അറിയാതെ കുറച്ച് ആളുകൾ കൂടി മൂടി വയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതിനെതിരെ വലിയ ശബ്ദമായിട്ട് പടവാൾ ഉയർത്താനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റീച്ചിന് വേണ്ടിയാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കും ഇങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത് പോലും. കാരണം സോഷ്യൽ മീഡിയ ആണ്, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു തന്നത് പോലും. അപ്പം എൻ്റെ ഒരു ആവശ്യമായിട്ട് പോലും അല്ല വിസ തട്ടിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊരാൾ ഒരു കുട്ടി മരിച്ചു പോയി കഴിയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ വിസ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും മരിച്ചു പോയാലും 2 ദിവസം കൊണ്ട് അവർ മരിച്ചു പോയി അതങ്ങ് തീരും, അങ്ങനെ വിചാരിക്കണമായിരുന്നോ? അതാണ് ഈ സ്ത്രീ പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇപ്പോഴും വിസ തട്ടിപ്പിനെതിരെ ഇരയായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ആ കുട്ടി മരിച്ചു പോയതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചിലർ പ്രതികരിക്കും, ചിലർ പറയാതെ മൂടി വയ്ക്കും, ചിലർ അത് സർവൈവ് ചെയ്ത് പോകും. അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും വന്ന് വിസ തട്ടിപ്പിനെതിരെ പറ്റി പറയാറുമില്ല. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ലൈവിലും ഇതിലൊക്കെ വിസ തട്ടിപ്പിനെതിരായിട്ട് പറയാറുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് മടുത്തത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നാട്ടിൽ വന്ന് കുറേ എൻക്വയറീസ് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതെന്ന് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ആ വീഡിയോ കണ്ട് കാണില്ല. കാരണം ഇവർ ആരുടെയോ പിമ്പോ മീഡിയേറ്ററോ ആയതുകൊണ്ട് വിസ തട്ടിപ്പെന്ന് കേട്ടപ്പോഴേ അയ്യോ വിസ തട്ടിപ്പുകാരെ മുഴുവൻ നെഗറ്റീവ് വന്നാൽ ഇവർക്കൊന്നും വരുമാനം ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ആയിരിക്കും. ഇവർ അതിൻ്റെ ഒരു കണ്ണിയാവാൻ തന്നെയാണ് ചാൻസ്. നീ വിസയിൽ എത്തിയല്ലോ, അപ്പോൾ പിന്നെ അതെങ്ങനെ വിസ തട്ടിപ്പാവുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വിസിറ്റിംഗ് വിസയിൽ എത്തിയാൽ വിസ തട്ടിപ്പല്ലേ? അതായത് വർക്ക് വിസയാന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്ന് ഇടുന്ന വിസ തട്ടിപ്പല്ലേ? വിസിറ്റിംഗ് വിസ തട്ടിപ്പിൽ ഇപ്പോൾ ആരും ജപ്പാനിലില്ലേ? ഇത് അറിഞ്ഞുകൊണ്ട് വരുന്നവരാണല്ലോ. ഈ സ്ത്രീയുടെ വർത്തമാനം കേട്ടിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നേ കച്ച കെട്ടി ഇറങ്ങിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വരുന്നതും അറിയാതെ വിസിറ്റിലാണെങ്കിലും വർക്കിലാണെങ്കിലും വിസയിൽ വന്ന് പെട്ടുപോകുന്നവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ.
എല്ലാം അറിഞ്ഞ് ഞാനൊരിക്കലും ഒരു രാജ്യത്ത് പോയിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യണം, അവിടെ ഒളിച്ച് നിൽക്കണം, അവിടെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്ന് ഇവിടുന്നേ പ്ലാൻ ചെയ്ത് ഒരിക്കലും ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഇനി ഇട്ട് പോവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം നാട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രോപ്പർ വിസയിൽ ജപ്പാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് 7-8 മാസമായിട്ട്, ഞാൻ നാട്ടിൽ വന്നിട്ട് 9 മാസമെങ്കിലും ആയിട്ടുണ്ട്. ഇത്രയും മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ തവണ ഞാൻ ഹാർഡ് വർക്കിംഗ്, അതായത് ഗംബ എന്ന് പറഞ്ഞൊരു വർക്ക്, സിവിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്തതും വേറെ വിസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ജോലി കിട്ടാനും പാടായതുകൊണ്ടാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തത്. അല്ലാതെ ഇല്ലീഗലായിട്ടോ ആരെങ്കിലും പറ്റിച്ച് ജോലി ചെയ്യാനോ അങ്ങനെയൊക്കെ നിൽക്കാനാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പോകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇതിനെല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ വന്നത് മുതലുള്ള, ഞാൻ ജപ്പാനിൽ ഇറങ്ങുന്നത് മുതൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഓത്തയിലേക്ക് പോകുന്ന ബസ് ടിക്കറ്റ്, പിന്നെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇമിഗ്രേഷനിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ ഉള്ള അപേക്ഷ നമ്മൾ പൂരിപ്പിച്ചത്, കറൻസി മാറിയത്, അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഞാൻ സൂക്ഷിച്ചു. ഞാൻ പണ്ടേ മുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എൻ്റെ കൂടെ വന്ന ആരൊക്കെയാണ് അവരുടെ ഫോട്ടോസോ കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ അലിഗേഷൻസ് പറയുമ്പോൾ മോൾ സൂക്ഷിച്ച് പറയണം. ആരുടെയും മേത്ത് കുതിര കയറാം എന്നുള്ള ഒരു ധാരണ വളരെ മോശമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. വിസ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള സ്ത്രീ ആയിരിക്കണം എന്ന് ആലോചിച്ച് നോക്കി. വിസയെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണെന്ന്, അങ്ങനെയാണ് ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്. വളരെ ധാർഷ്ട്യത്തോടെ തന്നെയാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. വിസ തട്ടിപ്പ്, അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കാണ് വിസ തട്ടിപ്പ്, നിങ്ങളുടെ മോനാണ് ഈ വിസ തട്ടിപ്പിൽ പെടുന്നത്, നിങ്ങളിങ്ങനെ പറയുമോ? മോനോട് പറയാം, മോനെ നീ അന്വേഷിക്കണമായിരുന്നു, നീ കാശ് കൊണ്ട് കൊടുത്തിട്ടല്ലേ എന്ന് നിങ്ങൾ പറയുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളിത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണെന്ന് പറയുന്ന പോലെ, ഈ ഞാൻ വിസ തട്ടിപ്പിനെതിരെ ഇട്ട വീഡിയോയിൽ കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം എത്രയോ ആളുകളാണ്, അതായത് ഓരോരോ മോഹന വാഗ്ദാനങ്ങളും കള്ളവും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എത്ര ആൾക്കാരാണ് പറ്റിക്കുന്നത്. അതെല്ലാം അവരെ കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം ഞങ്ങളോട് തന്നെ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ മോദി പോയി ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടു, അതിനുശേഷം ആദ്യമായിട്ട് ഇങ്ങനെ ആളുകൾ വിടുന്നു, 2.5 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയ ആ സ്ത്രീ. ഈ സ്ത്രീ അല്ല കേട്ടോ, ഇത് വേറൊരു സ്ത്രീ. അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അതായത് അന്തസ്സ്, അഭിമാനം അങ്ങനെയൊന്നും ഇല്ലാത്ത ഗണത്തിൽ തന്നെ പെടുത്താം. അപ്പോൾ ആ സ്ത്രീ അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലും. നരേന്ദ്രമോദിയുടെയാണ്. പിന്നെ ഫുക്കുഷിമ അങ്ങനെ ആറ്റം ബോംബ് വീണ ആ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. മാസ്ക്, സ്പെഷ്യൽ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സേഫ്റ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓരോ തവണ ആയപ്പോഴേക്കും, പിന്നെ അഖിലിന് പ്രായം കുറവാണല്ലോ, സ്റ്റുഡൻറ്റ് വിസയിൽ കൊണ്ടുപോകാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഓരോ രീതിയിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കണായിട്ട് അഡ്വാൻസ് മേടിച്ചല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പാസ്പോർട്ട് മേടിച്ചു, നമുക്ക് വേറൊരു രീതിയിലും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് ഓൾറെഡി പറ്റിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി ഒരു ഇതിൽ പെടുവല്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒത്തിരി ഫുഡിൻ്റെ ആണെങ്കിലും ഹോട്ടലുകൾ പറ്റിക്കുന്നില്ലേ, വിഷാംശമുള്ള ഫുഡുകളൊന്നും പറ്റിക്കുന്നില്ലേ, അങ്ങനെ ഒത്തിരി പറ്റിപ്പുകളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു മോശം കമൻറ്റ് നിങ്ങൾ ഇടരുത്. നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ഈ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? അപ്പം ഈ രാത്രിയൊക്കെ ആരെങ്കിലുമൊക്കെ സ്ത്രീകൾ ജോലി കഴിഞ്ഞ് വരുമ്പം പുരുഷന്മാരാരെങ്കിലും അവരെ അതിക്രമിച്ച് കടന്നു പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഉറപ്പായിട്ടും, രാത്രി അവളെ ഇറങ്ങിയതുകൊണ്ടല്ലെന്ന്. ആ ടൈപ്പ് ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും ജപ്പാനിൽ നിൽക്കാൻ പോലും ഒട്ടും യോഗ്യതയില്ല. കാരണം ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും ഗോസിപ്പും കണ്ടുപിടിച്ച് അവരെ ജഡ്ജ് ചെയ്തു അങ്ങനെയൊന്നും അല്ലല്ലോ ജപ്പാൻകാർ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ അവിടെ താമസിക്കുന്നെങ്കിൽ. നീ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ഒരിക്കലും സത്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും. കാരണം നിങ്ങൾ ആ രീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതികളും നിങ്ങളുടെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ വന്ന ആളുകൾ, ഞങ്ങളന്ന് അപേക്ഷാ ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഞാനായിരുന്നു 25 വയസ്സുള്ള ഒരാൾ, ബാക്കി എല്ലാവരും 33, പിന്നെ 40 എബോവ് അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പം കൂടുതലും ഫോമൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ ഞാൻ. അതും ഇവരൊന്നും ആയിട്ട് അടിച്ചു പിരിഞ്ഞല്ല കേട്ടോ, കാലക്രമേണ ഇവരൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഇല്ലാതെ പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ നിന്ന് വന്നിരുന്ന ഉള്ള കാര്യങ്ങൾ, അഖിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് സംസാരിക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ റെഡിയാണ്. അല്ലെങ്കിൽ എൻ്റെ ചാനലിലേക്ക് വരട്ടെ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട്, കയ്യാങ്കളി വേണ്ട, മോശമായിട്ട് സംസാരങ്ങളൊന്നും വേണ്ട, നമുക്കിരുന്ന് നീ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ തെളിയിക്കുക. അല്ലാതെ തെളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്നൊരു പാരഗ്രാഫ് കമൻ്റ് ഇട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ വെച്ച് നമ്മുടെ ചാനലിൽ വന്ന് അതും വളരെ മോശമാണത്. നമ്മൾ ആരെയും പറ്റിച്ചോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കള്ളത്തരോ കൃത്രിമക്കേടൊന്നും കാണിച്ചൊന്നും അല്ല നമ്മൾ ഇത്ര ആളുകളുടെ സ്നേഹവും സപ്പോർട്ടും നേടിയെടുത്തത്. അതിനിടയ്ക്ക് വന്ന് ഇങ്ങനെ ഒരാൾ വന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കില്ല. എനിക്കൊട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത് കേട്ടോ.
വെള്ളം വെള്ളം തൊടാതെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനും ഇവിടെ ഉണ്ടെന്ന്. നിങ്ങളപ്പോൾ ഏത് വിസയിലാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നതല്ലേ? ഞാൻ അങ്ങനെ വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഇല്ലീഗലായിട്ട് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഉള്ള കാര്യങ്ങൾ ഞാനൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. കോഗയിൽ വർക്ക് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സാലറിയുടെ പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി, ഞാൻ 4 വർഷം വർക്ക് ചെയ്തൊരു കാരണമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് അലിഗേഷൻസ് മുന്നോട്ട് വെക്കല്ലേ. ഞാനും ഇവിടെ ഉണ്ട്, ഓത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നത്. നിൻ്റെ പഴയ തട്ടകത്തിൽ നിൻ്റെ കൂടെ വന്നവരെയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓത്ത എൻ്റെ തട്ടകമായിട്ടാണ് ഇവർ പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു തട്ടകമേ ഇല്ല. ഞാൻ എവിടെ ജീവിക്കുന്നോ അവിടുത്തെ കാര്യങ്ങൾ, അവിടെ വർക്ക് ചെയ്യുന്നു, വീഡിയോസ് ചെയ്യുന്നു, അങ്ങനെ അല്ലാതെ ഇന്നതൊരു തട്ടകമായിട്ടോ ഇന്നതായിട്ടൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഭാഷ തന്നെ നോക്കി, എൻ്റെ തട്ടകമാണ് പോലും. അപ്പോൾ ഇപ്പോൾ ഇത് ഇവരുടെ തട്ടകമല്ലേ. നിൻ്റെ കൂടെ വന്നവരെയൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ വന്നത് 2 പേരാണ്. ഞങ്ങൾ 3 പേരാണ് ഫ്ലൈറ്റിൽ പോയത്. അതിലൊരാൾ വർക്ക് പെർമിറ്റ് പോലും കിട്ടാതെ ഒരു ആക്സിഡൻറ്റ് സംബന്ധമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് രാഖി രാമായണം ടിക്കറ്റ് എടുത്ത് നാട് വിട്ടു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾക്ക് ജപ്പാനിൽ വർക്ക് പെർമിറ്റ് കിട്ടി വർക്ക് ചെയ്യാൻ, ലീഗലി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ട്, കോഗയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത്, കോഗ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അടിയിൽ പിൻ ചെയ്യാം. പെട്ടുപോകുന്ന സമയത്ത് രക്ഷപ്പെടാതെ ആ പുള്ളിയുടെ അവിടെ നിന്ന് കുറേ പൈസയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ പിഴിഞ്ഞ് പിന്നെ എപ്പോഴോ നാട്ടിൽ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവരൊക്കെ കുറച്ച് പ്രായമായ ആളുകളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മുന്നേ വന്ന 2 പേര്, അവരെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആദ്യമേ വന്ന് ഇവിടെ പെട്ടു, പക്ഷെ ഞങ്ങളോട് പറഞ്ഞില്ല ഇങ്ങനെ പെട്ടുപോയെന്ന്. എന്നിട്ട് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അവരിപ്പോൾ ഇതൊക്കെ മാറ്റി പറയുമെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഇതൊക്കെയാണ് നടന്ന സത്യങ്ങൾ. അതിലൊരാൾ പ്രായമായ ആൾ എന്തോ ഓപ്പറേഷൻ സംബന്ധമായിട്ടൊക്കെ വലിയ പ്രശ്നമായി, കുറേ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പിന്നെ അയാൾ നാട്ടിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരാളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗേൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചുറ്റിക്കളി എന്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. നമ്മളിതൊന്നും അറിയാനോ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ പോയ ആളുകളാണ് കാശൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് ഇവർ പറയുന്നത്. ഇവർ ശുദ്ധ കള്ളത്തരമാണ് പറയണത്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഇവരാണ്. ഇവരുടെയൊക്കെ ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. അന്ന് 2018 യൂട്യൂബില്ല, അതില്ല ഇതില്ല എന്നും പറയണ്ട. അന്ന് ആൻഡ്രോയിഡ് ഫോണും ഉണ്ട് എൻ്റെ കയ്യിൽ, നല്ല ക്ലാരിറ്റിയുള്ള ഫോണും ഉണ്ട്, ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. എയർപോർട്ടിൽ നിന്ന് പോകുന്നതുണ്ട്, ഫ്ലൈറ്റിലിരുന്ന് ഫോട്ടോ എടുത്തതുണ്ട്, വർക്ക് ചെയ്യാൻ നേരത്ത് പോകുന്ന ഫോട്ടോ എടുത്തുകൊണ്ട്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മൾ ഒന്നുമില്ലാതെയല്ല പറയുന്നത്. പിന്നെ അവരുടെ ഒന്നും ഫേസ് കാണിക്കാനോ അവരുടെ ഒന്നും പേരൊന്നും പറഞ്ഞ് ആരെയും നാണം കെടുത്താനോ ഒന്നിനും ഞാനില്ല. ഇപ്പോൾ ഈ പുള്ളിക്കാരി ഇത്രയും ശുദ്ധ നുണ പറയുമ്പോൾ നമുക്ക് അതിനെതിരെ പറഞ്ഞു കൊടുക്കണമല്ലോ. കാരണം ഇവരെ നമുക്ക് ഒരിക്കലും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവരിങ്ങനെ ഒരു വൃത്തികെട്ട കമൻറ്റ് വന്ന് എഴുതിയിട്ട് കഴിയുമ്പോഴത്തേക്കും അത് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ എടുത്ത് നോക്കുന്ന ആളുകളായിരിക്കും അത് കാണുന്നത്. അപ്പോൾ അവർ നമ്മളെപ്പറ്റി ഒരു മോശമായിട്ടൊന്നും വിചാരിക്കാൻ പാടില്ല. അതെനിക്ക് വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ചുമ്മാ ഒന്നും അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് വീഡിയോസും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇടണമെന്നും ചുമ്മാ ഒന്നും അല്ല. നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് ഒട്ടും കള്ളത്തരവും കരടും ഒന്നും ഇല്ലാതെ സത്യസന്ധമായിട്ട് പോകുന്നത്. പ്രൊമോഷൻസ് പോലും ചെയ്യാത്ത അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരുടെയും ഇഷ്ടം അതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അവരെല്ലാം ഇന്നും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി ജീവിച്ചു പോകുന്നുണ്ട്. എന്താണ് ഈ നല്ല രീതി? അതായത് വർക്ക് പെർമിറ്റുകൾ വിറ്റ് കാശുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ? നീ മാത്രമാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്. ഞാൻ പറയുന്ന നെഗറ്റീവ് എന്താ? വിസിറ്റിംഗ് വിസയിൽ ആളുകളെ കൊണ്ടുവന്ന് പറ്റിക്കുന്നതിനെതിരായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇവർ നെഗറ്റീവായിട്ട് പറയുന്നത്. അതായത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, സത്യസന്ധതയായിട്ട് സംസാരിക്കുന്നതിനെയാണ് ഇവർ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമുക്കെതിരെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. വളരെ മോശമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ജപ്പാനിലെന്നല്ല ഒരു കൺട്രിയിലും ജീവിക്കാനുള്ള ഒരു അർഹതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജപ്പാൻ പോലുള്ള ഒരു കൺട്രിയിൽ എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ഒരു സാധനമാണെങ്കിൽ ഒരു തൊപ്പി അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ആ വഴിയിൽ കാണാവുന്ന രീതിയിൽ എടുത്തു വെക്കും. അതായത് ഉടമസ്ഥൻ അത് കാണാതെ പോയിന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമ്പം അയാൾ കണ്ടോട്ടെ എന്ന് കരുതി വെക്കും. അല്ലാതെ ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ജഡ്ജ്മെൻറ്റും അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞ് ചെയ്യുമല്ല ഇവർ. നിങ്ങൾ എന്താ എഴുതി വിട്ടിരിക്കുന്നത്? ഞാനെന്തോ വിസ തട്ടിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ എഴുതി വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലേ വിസ തട്ടിപ്പ് നടത്തുന്നവരെ ജപ്പാനിൽ? അറിയാലോ. നിങ്ങൾ അവരുടെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും എഴുതിയിടുമോ? അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുമോ നിങ്ങൾ എന്തുകൊണ്ട് വിസ തട്ടിപ്പ് നടത്തുന്നു, നിങ്ങൾ ചെയ്യുന്ന വളരെ മോശം നിങ്ങൾ പറയുമോ? ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾ ആരോ പിമ്പ് അല്ലെങ്കിൽ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അതാണ് വിസ തട്ടിപ്പിനെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വലിയ കമൻറ്റ് എഴുതിയിട്ടത്. വളരെ മോശമാണ്, വളരെ മോശം. സ്ത്രീന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ അഭിസംബോധന ചെയ്യില്ല. വളരെ മോശം ഒരു വ്യക്തിയാണ് നിങ്ങൾ, വളരെ മോശം. എനിക്കൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തെളിവ് കാണിക്കാനാണെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, ഞാൻ എങ്ങനെ പോയി, എങ്ങനെ എത്തി,
അത് അങ്ങനത്തെ പേപ്പറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ കാണിച്ചത്, പിന്നെ ഓത്തയിലേക്ക് പോകുന്നതിൻ്റെ ബസ് ടിക്കറ്റ്, പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഉള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഫയൽ ഇരിപ്പുണ്ട്. ഫയലിലെല്ലാം ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നോർത്ത് അന്ന് സൂക്ഷിച്ച് വെച്ചതൊന്നുമല്ല. 2018 ആ സമയത്ത് യൂട്യൂബോ കാര്യങ്ങൾ ഒന്നും നോക്കാറ് പോലും ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. തെളിവുകളുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന 5 പേര് ഭയങ്കരമായിട്ട് കാശുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം അവരുടെ പേരും കാര്യങ്ങളും സഹിതം ഇവിടെ വന്ന് കമൻ്റ് ഇടണം. അല്ലാതെ ചുമ്മാ ഒന്നും അറിയാതെ വന്ന് കള്ളത്തരം ചുമ്മാ അലിഗേഷനായിട്ട് ഇടുന്നത് വളരെ മോശം പരിപാടിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാനായിട്ടൊരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചോ. നിങ്ങൾ തെളിവുകളുമായിട്ട് വാ. തെളിവുകളുമായിട്ട് വല്ല റിയാക്ഷൻ ചാനലിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന യൂട്യൂബ് ചാനലുകാരുമായിട്ടോ അങ്ങോട്ട് വാ. നിങ്ങളെ ഞാൻ ഓപ്പണായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇതിന് മുന്നേ ഒരു 8 മാസം മുന്നേ ഞാൻ ക്യോത്തോയിലായിരുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതുപോലെ എന്തോ ഒരു നെഗറ്റീവ് പറഞ്ഞ് എന്നെ ചാള ഞാൻ കൂട്ടിയിട്ടില്ല, ഇവിടെ ചാള കിട്ടുന്ന അറിയത്തില്ലായിരുന്നു പറഞ്ഞപ്പം എന്തിനാ നുണ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ക്യോത്തോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. 4 വർഷം ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ ഓത്തയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ക്യോത്തോയിൽ ചാള കിട്ടുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ചാളക്കറി വെച്ചത്. അപ്പം ഇവർ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി കുറ്റം പറയാനും. കാരണം വിസ തട്ടിപ്പ് നടത്തുന്ന ഒരാളുടെ കണ്ണിയോ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടു ഒരു സ്ത്രീ, ഒരു ഏജൻറ്റ് ഓത്തയിൽ ഇതുപോലെ വിസ തട്ടിപ്പ്, വിസിറ്റിംഗ് വിസയുടെ പേരിൽ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അവർ കുറച്ച് മോശം രീതിയിൽ, അതായത് എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കേട്ടിരുന്നു. ഇനി ആ സ്ത്രീയുടെ അടുത്ത ആരെങ്കിലും ആണോ ഈ സ്ത്രീ എന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അപ്പം എന്തായാലും വളരെ മോശമായിപ്പോൾ. ഇനി മേലെ എൻ്റെന്നല്ല, ഒരിക്കലും ഇത്രയും വൃത്തികെട്ട താഴ്ന്ന ഒരു കമൻറ്റ് ആരുടെയും ചാനലിൽ പോയി ഇടാതിരിക്കുക. വളരെ മോശമാണ്. നമ്മൾ പഴയ ഒരു കഥ കേട്ടില്ല, മദ്ഗലനം അറിയുമെന്ന് പറഞ്ഞിട്ട്. ആള് വേറെ രീതിയിലൊക്കെ ഇങ്ങനെ നടന്നാലും പിന്നെ പശ്ചാത്താപിച്ച് ആൾ നല്ല നേർവഴിക്ക് വന്നു. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക എന്താ സംഭവം എന്നുള്ളത്. നല്ല വഴിക്ക് വാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ ചിന്തിക്കുക. ജപ്പാനിൽ ജീവിക്കുന്ന ആളുകളുടെയോ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒന്നും വില നിങ്ങളായിട്ട് കളയല്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.